എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ച കുറേ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കുള്ള എല്ലാ മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഓൺലൈൻ കോഴ്സ് ചെയ്യണോ ഇനി LDCക്ക് വേണ്ടിയിട്ട്, അതേപോലെ PYQ ഇനി പഠിക്കണോ, അല്ലെങ്കിൽ ഇനി പഠിക്കേണ്ടത് റാങ്ക് ഫയലാണോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരു കൺക്ലൂഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ല ഓൺലൈൻ കോഴ്സ് ഇപ്പോൾ നിലവിൽ ഏതാണെന്നുള്ളതും, അതേപോലെ തന്നെ ഏത് ഓൺലൈൻ കോഴ്സസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ റാങ്ക് ഫയലും, അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിൻ്റെ ഒരു ഡിസ്കഷൻ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഇത് കണ്ടാൽ മതി കേട്ടോ. അല്ലാത്തവർ ഇപ്പോൾ തന്നെ എന്ത് ചെയ്തേക്കുക, സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ മറ്റൊന്നുമല്ല, ഈ ഒരു കാര്യത്തെക്കുറിച്ച് പലർക്കും ഉള്ളൊരു ഡൗട്ട്സാണ്. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകും, അതേപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, വൺ ക്ലിക്ക് PSC ടെലഗ്രാം ചാനൽ ആരെങ്കിലും ഇനിയും അംഗമാകാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാകാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും പുതിയ വീഡിയോസും, അതേപോലെ തന്നെ പുതിയ PSC പരിഷ്കാരങ്ങൾ, അതേപോലെ തന്നെ PSCയുടെ എക്സാം പാറ്റേൺ എല്ലാത്തിനെക്കുറിച്ചും ഉള്ള വീഡിയോസുകളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സബ് അടിച്ചേക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ല ഓൺലൈൻ കോഴ്സ് ഏതാണെന്ന് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ എൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം PSCയുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ മാറ്റിയതിന് ശേഷം ഇനി വരുന്ന ദിവസങ്ങളിൽ നന്നായിട്ടിരുന്ന ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നത്, ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ പഠിച്ച് തീരാത്തതും ഇനി പഠിച്ച് തുടങ്ങാൻ വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ എല്ലാവരുടെയും സംശയം എപ്പോഴും ഇങ്ങനെ തന്നെയായത്. അതായത് പലരും പല പല ഉദ്യോഗങ്ങളായിട്ടും അതേപോലെ പഠിക്കുന്ന ആളുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഒരു ഓൺലൈൻ ക്ലാസ് നല്ലത് ഏതാണെന്നുള്ളതൊന്ന് ചോദിച്ച ഒത്തിരി പേര് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച കുറേ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചു. അപ്പോൾ ഇന്ന് നിലവിൽ നമ്മൾ കേരളത്തിൽ PSC എക്സാമിന് വേണ്ടി, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്, ഇതിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൺലൈൻ കോഴ്സസിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയാം. ഏറ്റവും ടോപ്പായിട്ട് ഇന്ന് ഓൺലൈൻ കോഴ്സ് എടുക്കുന്നത് എല്ലാവരും ടോപ്പായിട്ട് തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം, ഇന്ന് വളരെയധികം ഒരു സിനിമാറ്റിക് ലെവലിലേക്ക് എന്താ പറയുക, ഉദ്യോഗാർത്ഥികളെ കൊണ്ടുപോയി വളരെയധികം എന്താ പറയുക, ഒരു വിഷ്വൽ എഫക്റ്റിലൂടെ മറ്റുള്ളവരിലേക്ക് പല കാര്യങ്ങളും എത്തിച്ച ഒരു ആൾക്കാരാണ് നമ്മുടെ സൈലം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ, ടാലൻറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ എൻട്രിയും അതേപോലെ തന്നെ ഇപ്പോൾ സൈലമൊക്കെ തമ്മിൽ ഭയങ്കരധികം കോമ്പറ്റീഷൻ പോലെയാണ് നടക്കുന്നത്. ഓരോ ദിവസവും ഓരോരോ വ്യത്യസ്തമായ രീതിയിലുള്ള വീഡിയോസുകളാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് പോകുന്നത്. അത്രത്തോളം കണ്ടൻറ് ബേസ്ഡാണ് ഇവരുടെ എല്ലാവരുടെയും ക്ലാസ്സസ് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇപ്പോൾ സൈലം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ PSC ചരിത്രത്തിൽ തന്നെ മറ്റൊരു ലെവലിലേക്കുള്ളൊരു ക്ലാസ്സസ്, അതേപോലെ തന്നെ ഒരു സിനിമാറ്റിക് പ്രസൻറ്റേഷൻ, ഇതൊക്കെ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈലം എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. ശരിക്കും അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ അവരുടെ അടുത്ത് അവരുടെ സാർമാരേക്കാൾ കൂടുതൽ അവരെ ഏറ്റവും കൂടുതൽ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ്ങും അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമാണ്. കാരണം അവരുടെ ആ ഒരു പ്രസൻസാണ് അത്രത്തോളം ഇത്രയും അധികം ജനപ്രിയ ലെവലിലേക്ക് മാറ്റുക. കാരണം ഒരു ക്യാമറ എന്ന് പറയുന്നതും അതേപോലെ തന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നതും അവരുടെ കഴിവാണ്. ശരിക്കും പറഞ്ഞത് ശരിക്കും ഈ ഒരു അധ്യാപകരെക്കാൾ മികവുറ്റതാക്കുന്നത് ശരിക്കും ആ ഒരു വിങ്ങാണ്. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടാണ് അവരുടെ വീഡിയോ എഡിറ്റിങ്ങും അതേപോലെ തന്നെ ഈ പറയുന്ന ഗ്രാഫിക്സും ബാക്കി കാര്യങ്ങളൊക്കെ, അത് പറയാൻ പറ്റത്തില്ല, അത്ര ഗംഭീരമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതേപോലെ ക്ലാസ്സസ് എന്ന് പറയുന്നത് അവർ ഇഷ്ടംപോലെ ക്ലാസ്സസ് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ. ഒത്തിരി, അതായത് 1, 2, 3, 4 ലൈവൊക്കെയാണ് ഒരു ദിവസം തരുന്നത്. അപ്പോൾ നല്ല കാര്യമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ്, കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സൈലം എന്ന് പറയുന്ന ഒരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരുടെ പോലെ തന്നെയുള്ള മറ്റൊരു ഇതാണ് എൻട്രി എന്ന് പറയുന്നത്. എൻട്രി ഗംഭീരമാണ്. അപ്പോൾ എൻട്രിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപ് മുഖത്തല സാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ക്ലാസ്സുകൾ, സുജേഷ് പുറക്കാട് സാറ്, അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ
എല്ലാവരും കൂടെയും കൂടിയിട്ടാണ് അതിൻ്റെ അകത്ത് ആ ഒരു ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സൈലത്തിലാണെങ്കിൽ മൻസൂർ സാറുണ്ട്, അതേപോലെ തന്നെ ജെറിൻ സാറ്, അവരൊക്കെയാണ് ചെയ്യുന്നത്. ഗംഭീരമായിട്ട് തന്നെയാണ് ഇവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻട്രിയിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു സിനിമാറ്റിക് ലെവലിലേക്ക് മാറുകയും അതേപോലെ തന്നെ ആ ഒരു ലെവലിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ആപ്പ് തന്നെയാണ് എൻട്രി. രണ്ടുപേരുടെയും ഫീസ് ഏറെക്കുറെ സെയിം തന്നെയാണ്. ഇഷ്ടംപോലെ ലൈവ് ക്ലാസ്സസും അതേപോലെ തന്നെ കണ്ടൻറ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് എൻട്രി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ്ലൈൻ സെൻറ്ററിലെ പുലികളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് ടാലൻറ്റ് എന്ന് പറയുന്നത്. ടാലൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സസും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ടാലൻറ്റ് ഒരു സൈഡിലൂടെ പോകുന്നു. അതേപോലെ തന്നെ ഇന്നും കേരളത്തിൽ ഓഫ്ലൈൻ സെൻറ്ററിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന, അതായത് ലിമിറ്റഡ് സ്റ്റുഡൻസിനെ എടുത്ത് ആ ലിമിറ്റഡ് സ്റ്റുഡൻസിനെ 100% വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യക്കാരുടെ ആപ്പും അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക ക്ലാസ്സസും അവരൊരു സൈഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഗംഭീരമായിട്ട് തന്നെ പോകുന്നുണ്ട്. കുറേ ലൈവ് സെക്ഷൻസ്, അതേപോലെ തന്നെ എന്താണ് കുറേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, PYQ പവം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഗംഭീരമായിട്ട് അതും പോകുന്നുണ്ട്. അതും വളരെ ഗംഭീരമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാതെ ഒട്ടുമിക്ക മറ്റേ ഹർഷിത മെഡ്യൂടെക്, അതേപോലെ തന്നെ എന്താണ് മെറിറ്റ്, അങ്ങനെ കുറേ ഓൺലൈൻ ആപ്ലിക്കേഷൻസും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ പല പല യൂട്യൂബ് ചാനലുകളുണ്ട്. ഈ യൂട്യൂബ് ചാനലുകളും അതേപോലെ ക്ലാസ്സസും അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഇതെല്ലാമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ കോഴ്സസ് എല്ലാം അതിഗംഭീരമാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഓൺലൈൻ കോഴ്സസ് എല്ലാം അടിപൊളിയാണ്, വളരെ ഗംഭീരമായിട്ടാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ മാത്രം പറഞ്ഞോട്ടെ, കാരണം ഇത്രയും കണ്ടൻറ് ബേസ്ഡ് പണ്ടാരടങ്ങി ഓരോ ഉദ്യോഗാർത്ഥികൾക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ പഠിക്കും? എനിക്ക് ഇത്ര മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളൂ. അതായത് ഈ പറയുന്ന ആപ്ലിക്കേഷൻസും നിങ്ങൾ തരുന്ന ഇത്രയും കണ്ടൻറ്റും ഇതെല്ലാം വളരെ ഗംഭീരമാണ്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇത് എങ്ങനെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഇത് പഠിച്ചു തീരുന്നത്? ഒരു ദിവസം 4ഉം 5ഉം വീഡിയോ ലൈവ്, അതേപോലെ തന്നെ ഈ പറയുന്ന റെക്കോർഡർ ക്ലാസ്സുകൾ, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്. ഒരു ദിവസം മനുഷ്യൻ എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അവന് ഒരു ദിവസമെങ്കിലും ഒരു ക്ലാസ് എന്താണ് ഒരു പെൻഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഹൈ പ്രഷറിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. സത്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ ഹൈ പ്രഷറിൽ, കാരണം അവൻ വരുന്ന ഓരോ ദിവസവും അവൻ ചെയ്യേണ്ട വീഡിയോസ് പെൻഡിങ്, അതേപോലെ തന്നെ എന്താണ് എക്സാംസ് പെൻഡിങ്, അതേപോലെ തന്നെ എന്താണ് അവർക്ക് പഠിക്കേണ്ട ഇട്ടേക്കുന്ന ടൈം ടേബിൾ അനുസരിച്ചുള്ള ടോപ്പിക്ക് പെൻഡിങ്, എല്ലാം പെൻഡിങ്. ഓക്കെ, അതായത് ഈ ഒരു കത്തിക്കൽ ഒരു ഉദ്യോഗാർത്ഥി ഇപ്പോൾ 999 അതേപോലെ തന്നെ 1999 എടുത്താണ് ഈ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. ഈ കോഴ്സ് എടുത്ത് ആദ്യത്തെ ഒരാഴ്ച വൻ കത്തിക്കലായിരിക്കും. അതായത് ഗംഭീര പഠനമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് അന്ന് വരെയും ഈ കോഴ്സസ് എടുക്കുന്നവരെയും ഇവരുടെ അടുത്ത് വളരെ ഗംഭീരമായിട്ട്, അതായത് നിങ്ങൾ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും, അതേപോലെ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെ, അതായത് ഓരോ ഉദ്യോഗാർത്ഥികളെ കൊണ്ടും ഈ കോഴ്സ് എടുപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു കോഴ്സ് അവരെടുത്തതിന് ശേഷം അവർക്ക് വരുന്ന ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ അതേപോലെ തന്നെ എന്താണ് എങ്ങനെയാണ് ചില ഉദ്യോഗാർത്ഥികളൊക്കെ എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. കാരണം ഈ പറയുന്ന, ഞാൻ തുറന്നു പറയുകയാണ്, നാളെ ചിലപ്പോൾ ഈ ചാനൽ ഉണ്ടായില്ല എന്ന് തന്നെ വന്നേക്കാം. കാരണം അത്രയ്ക്ക് വലിയ ആപ്ലിക്കേഷനാണ് ഇവരെല്ലാവരും. അപ്പോൾ അവരുടെ അടുത്തൊന്നും ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ചാനലിനെ തന്നെ അത് ബാധിച്ചേക്കാം. ചിലപ്പോൾ നാളെ ഈ ചാനൽ ഇല്ലാന്ന് വന്നേക്കാം. അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഒരു OMR ബുക്ക്ലെറ്റ് എടുത്ത് അത് എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അത്രത്തോളം, അതായത് ഈ പറയുന്ന മാസ്മരികമായ ഒരു എന്താ പറയുക ക്ലാസ്സസിൻ്റെ വീഡിയോസും അതേപോലെ തന്നെ ഈ വരുന്ന ഷോർട്സ് ഇതൊക്കെ കണ്ട് അതേപോലെ തന്നെ എന്താണ് അതിലേക്ക് എന്ത് ചെയ്യാണ്, അതായത് ഈ ഒരു വിഷ്വൽ എഫക്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മായാ ലോകത്തേക്ക് ഈ ഉദ്യോഗാർത്ഥികളെ കൊണ്ടുപോയി അവരെന്ത് ചെയ്യാണ്, ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഈ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു അപേക്ഷയാണ്. അതായത് OMR എങ്ങനെയാണ് എന്നാണ് ബബിൾ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഒരു PSCയുടെ എക്സാം എത്ര അവറാണ് വരുന്നത്, അതേപോലെ തന്നെ എന്താണ് എന്തൊക്കെ ടോപ്പിക്സുകളാണ് പഠിക്കേണ്ടത്, ഇനി സിലബസ് എന്താണ്, ഇനി ഇതൊന്നും അവർ, അതായത് ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ബാധ്യത തീരുകയാണ്. പിന്നെ ആ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഒരു ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ ഈ പറയുന്ന വിങ്ങോ ഈ പറയുന്ന സെഷൻസോ ഒന്നുമില്ല. പക്ഷേ തുടക്കത്തിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പേഴ്സണൽ മെൻറ്റർ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഡെയിലി ക്ലാസ് ഇതെല്ലാം തരുന്നു. നിങ്ങളെ ഓരോ ആഴ്ചയും നിങ്ങൾക്ക് വരുന്ന എന്താണോ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് നിങ്ങളുടെ ഈ പറയുന്ന ഒരു ഓരോ ആഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ നിലവാരം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ എന്താണ് ഞങ്ങൾ തന്നെ അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള
ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരും, എന്തൊക്കെയാണോ പറയുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. പിന്നെ ഈ പറയുന്ന എന്താ പറയുക, ഈ കാര്യങ്ങൾ എല്ലാം പഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള LDCക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കണ്ടൻറ്റുകൾ നിങ്ങൾ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അതായത് ഇനി എക്സാം വന്നു കഴിയുമ്പോൾ ഇവരെ തന്നെ ഒരാൾ ഇരുത്തി നോക്കിയെങ്കിൽ ഒരു 5-8-10 ആളുകൾ ഇരുന്ന് നോക്കിയാൽ മാത്രമാണ് ഇവർ പഠിപ്പിച്ച പോർഷൻസിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വരെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയ ശേഷം ഇത് ഞങ്ങൾ പഠിപ്പിച്ചതിൽ നിന്നാണ് ഇതെല്ലാം വന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രഹസനമൊക്കെ നടത്തുന്നത്. പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നവരോട് നമ്മൾ കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഒരാളുടെ അടുത്ത് നമ്മൾ കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. കാരണം അത്രത്തോളം പ്രഹസനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷനുകളൊക്കെ വളരെ ഗംഭീരമായ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടതും ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഉദ്യോഗാർത്ഥികളുടെ അടുത്താണ് നിങ്ങൾ ഈ ക്ലാസ്സുകളെല്ലാം കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മാറ്റിയതിന് ശേഷം, ഞാൻ ഇത്രയും കാര്യമാണ് പറയുന്നുള്ളൂ. ആഴ്ചയിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ലൈവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. ഒരു ദിവസം 5 ലൈവ് 6 ലൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെക്കൊണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? പിന്നെ ഇത് ഏത് കാലത്ത് നമ്മൾ റിവിഷൻ ചെയ്യും, ഏത് കാലത്ത് നമ്മളിത് പഠിച്ച് കംപ്ലീറ്റ് ആക്കും? മക്കളെ, എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അതായത് ഈ പറയുന്ന നല്ല റാങ്കിലേക്ക് വന്നതും അതേപോലെ തന്നെ നന്നായിട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങിയ ആളുകളൊന്നും ഈ പറയുന്ന അവരെ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ എടുത്തിട്ടില്ല, ഒരു കോഴ്സസും എടുത്തിട്ടില്ല. അവർ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററുകളിൽ ഒരു മൂലയ്ക്ക് ഇരുന്ന്, ഓഫ്ലൈൻ സെൻറ്ററിൽ ഇരുന്ന് പഠിച്ച് അവർ കഷ്ടപ്പെട്ട് കമ്പൈൻ സ്റ്റഡിയും ചെയ്ത് എന്ത് ചെയ്താൽ നേടിയെടുത്ത വിജയം മാത്രമാണിത്. പിന്നീട് പല ആപ്ലിക്കേഷനും വന്ന് വിളിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ അടുത്തായാലും സപ്പോസ് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ ടീമിലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ടാണ് ഈ ഞങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വിജയം ഉണ്ടാക്കാൻ ശ്രമിച്ചത്, അതുപോലെ നിങ്ങളായിരുന്നു ഞങ്ങളുടെ മാതൃക എന്നതിനെ കുറിച്ചൊക്കെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞാൽ ആർക്കായാലും അത് എന്ത് ചെയ്യത്തില്ല, അത് നമ്മളത് ചെയ്യാതിരിക്കത്തില്ല, നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കൂടെ നിന്ന് ചെയ്യും. അത്രേ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ വെറും മായാജാല സൃഷ്ടികൾ മാത്രമാണ്. നമ്മൾ പഠിച്ച, അതേപോലെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അല്ലാതെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോയി നിങ്ങളുടെ കണ്ണടിച്ച് പോകും. അവസാനം LDC എക്സാമിന് ബബിൾ ചെയ്യാനായിട്ട് നിങ്ങൾ തപ്പേണ്ടി വരും. കാരണം ഈ 6-7 8 മണിക്കൂറൊക്കെ മറ്റേ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണിച്ച് ഇത് ഏത് സമയത്ത് നിങ്ങളിത് സെറ്റ് ചെയ്ത് എന്നെടുക്കാനാണ്? ഞാൻ ഓൺലൈൻ ക്ലാസ്സുകളെ കുറ്റം പറയുന്നതല്ല, കാരണം അത്രത്തോളം കണ്ടൻറ്റാണ് അവർ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഇതൊരു കാരണവശാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിച്ച് റിവിഷൻ ചെയ്യാനായിട്ടുള്ള സമയം നിങ്ങൾക്കില്ല എന്നുള്ള കാര്യം സത്യമാണ്, എഴുതി വെച്ചോ. ഇനി ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് യാതൊരു ഇതുമില്ല. പക്ഷേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര പേര്, ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്ന് ചോദിക്കുകയാണ്, എത്ര പേര് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? ഈ ഓൺലൈൻ ക്ലാസ് എടുത്ത് നിങ്ങൾ എത്ര പേര് കറക്റ്റായിട്ട് വീഡിയോസും കറക്റ്റായിട്ട് ക്ലാസ്സസ്, അതേപോലെ തന്നെ ലൈവ് സെക്ഷൻസും, അതേപോലെ തന്നെ ഈ പറയുന്ന നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ്, ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങളിൽ എത്ര പേര് ചെയ്തേണ്ടെന്നുള്ളത് അടിയിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ നിങ്ങളിത് കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്ത് ഇത് ഇന്ന് വരെയുള്ള ദിവസത്തെ ഫുൾ കംപ്ലീറ്റ് ആക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ആക്കിയ ആപ്പ് ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആരൊക്കെ ചെയ്തേണ്ടെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക. എത്ര പേര് നമുക്ക് ഈ ഒരു കമൻറ്റിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ നമുക്ക് ഉറപ്പായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാം. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ കണ്ടൻറ്റുകളും തന്ന് കുറേ ക്ലാസ്സസും തന്ന് ഇതെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞതിൽ അവകാശവാദം ഉന്നയിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. കാരണം അവർക്കത് പഠിക്കാൻ പറ്റുന്നത് അത്ര പോർഷൻസ് നൽകിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും കാണിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളറിയാം, പല ആപ്ലിക്കേഷനുകളും എല്ലാ ദിവസങ്ങളും അല്ലെങ്കിൽ ഓരോ വീക്കും അല്ലെങ്കിൽ ഓരോ മന്തിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ എക്സാംസ് ഓരോ ജില്ലകൾക്കും വേണ്ടി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ എക്സാംസ്, മോഡൽ എക്സാംസാണ് LDCയുടെ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 1ാം റാങ്ക് കിട്ടുന്ന ആളുകളായിരിക്കും അടുത്ത LDCയിൽ 1ാം റാങ്ക്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും ആദ്യത്തെ 1ാം റാങ്ക് എന്ന് പറയുന്നത്. ഈ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെയായിരിക്കും ആദ്യം. അതായത് ഈ മോഡൽ എക്സാമിന് 1ാം റാങ്ക് കിട്ടുന്ന ഉദ്യോഗാർത്ഥികളെ ആയിരിക്കാം എന്ത് ചെയ്യുന്നത്, അവർക്ക് ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തതിന് ശേഷം പിന്നീട് LDC റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യം ഈ മോഡലിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകൾ തന്നെയായിരിക്കും LDCയുടെ 1ാം റാങ്ക്. സ്വാഭാവികമായിട്ടും ഏത് ആപ്ലിക്കേഷനാണോ എടുത്തത് ആ ആപ്ലിക്കേഷൻ്റെ മോഡൽ എക്സാമിന് 1ാം റാങ്ക് കിട്ടിയ ആൾ തന്നെയായിരിക്കും അവസാനം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന LDC 2024 1ാം റാങ്ക്. സ്വാഭാവികമായിട്ടും എല്ലാ 1ാം റാങ്കുകളും കിട്ടിയ
ഏറ്റവും കിടിലൻ ആപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ തന്നെയായിരിക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓൺലൈനിലെ പരിപാടികളും സംഭവങ്ങളൊക്കെ നല്ലതൊക്കെയാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാനൊന്നും ജന്മത്ത് ആരെക്കൊണ്ടും പറ്റത്തില്ല. അതായത് ഒരു ഉദ്യോഗാർത്ഥികൾക്കും പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് ആർക്കും PSC നോക്കേണ്ട കാര്യമില്ല. അവർ വല്ല സിവിൽ സർവീസോ അല്ലെങ്കിൽ എന്താണ് SSCയോ അങ്ങനെ ലെവലിലേക്ക് പോയി നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ നോക്കുക. വെറുതെ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ മാതിരി മറ്റേ പ്രഹസനങ്ങൾ കാണിച്ച് അതിൻ്റെ ഇടയിൽ നിങ്ങൾ പെട്ടുപോയി അവസാനം ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ ബാക്കിയുള്ളവർക്ക്, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ അവസ്ഥകൾ ഇതൊക്കെയാണ്. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. അത് എന്ത് തന്നെയായാലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആംബിയൻസ്, നിങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങളുടേതായിട്ടുള്ള ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു റാങ്ക് ഫയലും അതേപോലെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. അപ്പോൾ ഇനി ഒരു 120-150 ദിവസത്തിലേക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റാങ്ക് ഫയൽ കൂടി നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യാം. അല്ലാത്തവർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് വരുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസും എന്ത് ചെയ്യുക, ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പോവുക. നമ്മുടെ PSCയുടെ എക്സാമുകളിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിൽ ഇപ്പോൾ നമ്മൾ 100 ദിവസത്തെ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ ഒരു പേയ്മെൻറ്റും ഇല്ലാതെ ഫുൾ കംപ്ലീറ്റഡ് ആയിട്ടാണ് നമ്മളത് ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന ടോപ്പിക്സ് എല്ലാം, ആ 100 ടോപ്പിക്സ് എന്ന് പറയുന്ന അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തതും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നൽകിയതും. അപ്പോൾ അതിൻ്റെ PYQ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളത് ചെയ്തു പോയത്. അപ്പോൾ ഏകദേശം നമുക്ക് എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ടോപ്പിക്സുകൾ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. അതെന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആൻസർ ചെയ്യുക. ഇതാണ് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന ഒരു ആപ്ലിക്കേഷനുകൾ ഓൺലൈനിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അടപടലം നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടുപോകും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ്, അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരോ ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. LGSൽ വരുന്ന ആ സെയിം ക്ലാസ്സുകൾ LDCയിലെ പ്ലേലിസ്റ്റിലേക്ക് ഇടും. LD എടുത്ത് കൊണ്ടുപോകുന്ന നേരെ എന്ത് ചെയ്യും, ഡിഗ്രി ലെവലിലേക്ക് ഇടും. ഇതെല്ലാം സെയിം ക്ലാസ്സസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആകപ്പാടെ ആ ടോപ്പിക്സിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എക്സ്ട്രാ കയറി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിച്ചു കൂടണമെന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രം അറിയാം. എന്നാൽ അറിയാവുന്ന ഇവർക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് വേണ്ടത് ഏതൊക്കെയാണ്, ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ഏതാണെന്നുള്ളത് അത് മാത്രം ഈ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്ത് ഡെയിലി ഒരു ദിവസം ഒരു 1 hour എങ്കിലും എന്ത് ചെയ്യുക, 1 hourലേക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈവ് സെഷൻസ് കുറയ്ക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ തന്നെ നോട്ട്സ് വൈകുന്നേരം കിട്ടുകയും അങ്ങനെയൊക്കെ ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത ലെവലിലേക്കുള്ള ഒരു റാങ്കിലേക്ക് മാറ്റാം. ഇത് ഹൈ പ്രഷറിലാണ് പിള്ളേർ നിൽക്കുന്നത്. കാരണം പഠിച്ചിട്ടില്ല, ഫുൾ പെൻഡിങ് ആയിരിക്കൂടാ സത്യം പറയണത്. കാരണം ഈ കോഴ്സ് എല്ലാം എടുത്ത ആളുകൾ എന്താണ്, ആദ്യത്തെ ഒരാഴ്ച കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടിരുന്ന ഒരു ഓളത്തിൽ അങ്ങ് പഠിക്കും. പിന്നെ എന്ത് ചെയ്യത്തില്ല, പിന്നെ ഒരു പഠനം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ പ്രശ്നമാണ്, ഞാൻ ഇത് പഠിച്ചു തീർന്നില്ല, എന്നേക്കാൾ കൂടുതൽ ആളുകൾ പഠിച്ചു തീർന്നുണ്ട്, ഞാനിത് ഇന്ന് പെൻഡിങ് ആണ്, നാളെ പെൻഡിങ് ആണ്. കാരണം ഇഷ്ടംപോലെ കല്യാണം, അതേപോലെ തന്നെ എന്താണ് ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ വരും. അതിന് ചിലപ്പോൾ നമുക്ക് സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പെൻഡിങ് വരാം. നിലവിൽ ക്ലാസ്സസ് എന്ത് ചെയ്താണ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവസാനം പെട്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ്, ഇനിയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി, നിങ്ങളുടെ സമയം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാനായിട്ട് പോവുക. അതുമാത്രമാണ് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടുന്ന, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോഴും ഞാൻ ഓൺലൈനിലാണ് ഇപ്പോൾ ഈ കാര്യം ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ നമുക്ക് ഇടയ്ക്ക് എന്താ പറയുക, കുറേ ഉദ്യോഗാർത്ഥികളുണ്ട് ഓൺലൈൻ ക്ലാസ് പെയ്ഡ് എടുത്താൽ മാത്രമാണ് മോട്ടിവേഷൻസ് ഉള്ളൂ, അല്ലെങ്കിൽ മോട്ടിവേഷൻസ് ഇല്ലാന്ന്. നമ്മൾ ഇഷ്ടംപോലെ മോട്ടിവേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലാസ് ഇതിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും വേണ്ട, PSC ഉദ്യോഗാർത്ഥികൾക്ക് കാണാൻ പറ്റിയ സിനിമയൊക്കെയാണ് വിക്രമാദിത്യൻ, അതേപോലെ തന്നെ പുഷ്പ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ മാറിപ്പോവും. നമ്മൾ വേറെ കോണുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ചിന്തിച്ചു പോകും. അതേപോലെ 12th ഫെയിൽ എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ എന്താ പറയുക, ഹൈ മോട്ടിവേഷനാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടാലും മതി. അല്ലാതെ ഈ പറയുന്ന ഇത്രയും കാശും കൊടുത്ത് ഇത്രയും സംഭവങ്ങൾ എടുത്തതിന് ശേഷം മോട്ടിവേഷന് വേണ്ടി മാത്രമായിട്ട് ഈ 1000 രൂപയും 2000 രൂപയൊന്നും കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ മോട്ടിവേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുള്ളൂ.
അപ്പോൾ എന്താണ് ഇനി മുതൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈം ടേബിൾ അനുസരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, അതായത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഞാൻ അന്നും ഇന്നും ഒക്കെ പറഞ്ഞ കാര്യമാണ് എന്ത്, ഒരു റാങ്ക് ഫയൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ എന്താ ബോക്സുകളെങ്കിലും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ എന്താ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ എന്താണ് ഈ പറയുന്ന റിലേറ്റഡ് ഫാക്റ്റ് കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, അതായത് നിങ്ങൾ ഏതൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങളൊരു നല്ലൊരു പബ്ലിക്കേഷൻ്റെ റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ ആൻസർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എല്ലാം. അല്ലെങ്കിൽ അവസാനം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു റാങ്ക് ഫയൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അല്ലെങ്കിൽ അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് സെലക്റ്റഡ് ടോപ്പിക്കിലൂടെ മാത്രം PSC ചോദിച്ച ടോപ്പിക്സിലൂടെ മാത്രമാണ് നമ്മൾ കയറി ഇറങ്ങി പോകുന്നത്. റാങ്ക് ഫയൽ ആകുമ്പോൾ നമുക്ക് എന്താണ് അത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ വൈഡായിട്ട് ഇങ്ങനെ കിടക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ PSC ചോദിച്ചത് എന്താണോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ കുറച്ചുകൂടി വ്യക്തത നിങ്ങൾക്ക് കിട്ടും. അതൊരു പ്രൊഡക്റ്റീവ് സ്റ്റഡി ആയിരിക്കും. അതാണ് ഞാൻ PYQ ഇനി ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് നമ്മളിത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഇവിടെ എന്താണ് ഒരു റാങ്ക് ഫയൽ തീർത്ത ഫീലിംഗ്, അല്ലെങ്കിൽ റാങ്ക് ഫയൽ തീർത്ത പോലെ തന്നെ എന്ത് ചെയ്യും ഇതിൻ്റെ അകത്തു നിന്നുള്ള കാര്യങ്ങളും പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 2021 മുതൽ 2024 വരെയുള്ള ചോദ്യപേപ്പറുകളുടെ ഡിസ്കഷൻ നമ്മുടെ ചാനലിലും നമ്മൾ തുടങ്ങുന്നുണ്ട്. ഫുൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സസും ഭയങ്കര ലെങ്തി ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്, 1 hourൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതൊന്ന് ലൈക്ക് ചെയ്യണം. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ചാനലിൽ എല്ലാ കാര്യങ്ങൾക്കും, അതായത് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ എന്താണ് തമ്പനെയിൽ ഉണ്ടാക്കണം, ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതായത് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒറ്റ പേയ്മെൻറ്റ് നമ്മൾ ഇതിൻ്റെ ഒന്നും വാങ്ങുന്നില്ല. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം എന്ത് തന്നെയായാലും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇത്രയും നാൾ ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിച്ച് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് സത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് അത് ഏത് ആപ്ലിക്കേഷനാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. കണ്ടിന്യൂ ചെയ്ത്, അതായത് എന്നാണോ നിങ്ങളെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഇന്ന് ഈ ദിവസം എത്തി നിൽക്കുമ്പോൾ വരെ നിങ്ങൾ ഒരു ക്ലാസ് പോലും പെൻഡിങ് ഇല്ലാതെ, ഒരു എക്സാംസ് പോലും പെൻഡിങ് ഇല്ലാതെ ഫുള്ളായിട്ട് കവർ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അവർ വൻ ലെവലുകളാണ്, വൻ പുലികളാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ ഇതേപോലത്തെ ഉള്ള പല പല വീഡിയോസും PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഓൺലൈൻ സംബന്ധിച്ചും അതേപോലെ തന്നെ എന്താണ് ഓഫ്ലൈൻ സെൻറ്ററുകളെ കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചുള്ള വീഡിയോസുകൾ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓൺലൈൻ കോഴ്സിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇനി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റാങ്ക് ഫയലും PYQ ആണ് പഠിക്കണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് കയറാനായിട്ട് പറ്റും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഷാഡോ, അതായത് നിങ്ങളുടെ നിഴൽ മാത്രമുള്ളൂ, അല്ലാതെ മറ്റൊരാരും എന്ത് ചെയ്യില്ല, നിങ്ങളുടെ കൂടെ നിൽക്കത്തൊന്നുമില്ല. ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയാം. നമ്മുടെ കയ്യിൽ കാശും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സമൂഹത്തിൽ നല്ലൊരു ജോലിയൊക്കെ ഉണ്ടെങ്കിലാണ് ജീവിതത്തിലൊരു വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യമൊക്കെ എന്ത് ചെയ്യുക, മനസ്സിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ മോട്ടിവേഷൻ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെ അങ്ങ് കയറി കത്തി നന്നായിട്ടിരുന്ന് പഠിച്ചോളും. ഓക്കെ, അല്ലാതെ മറ്റുള്ളവർ തരുന്ന മോട്ടിവേഷനും അതേപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര നാളത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളത്, അതെന്താണ് ഒരു കത്തിയിൽ കത്തിച്ച് ഒരു രോമാഞ്ചം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം 3-4 ദിവസങ്ങൾക്ക് ശേഷം ആ പരിപാടി അങ്ങനെ തന്നെ ഇറങ്ങിപ്പോകും. അപ്പോൾ അതിലൊക്കെ നല്ല എന്താ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന എന്താണ് നമ്മളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് അങ്ങോട്ട് കയറി അങ്ങ് പടർന്നോളും, അതങ്ങ് കത്തി വേറെ ലെവലിലേക്ക് പോയിക്കോളും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി കൂടുതലൊന്നും പറഞ്ഞിനി എന്താണ് വേറെ ലെവലിലേക്ക് പോകുന്നില്ല. നമുക്കതൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.